എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായ ദേവദാസേട്ടൻ, മുണ്ടക്കലിടം ശ്രീ പരദേവതാ ക്ഷേത്രത്തിന്റെ തൃപ്പത്തരി നാഗപ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളെ, ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുന്ന മുണ്ടക്കൽ പൂവാട്ടുപറമ്പ് പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. മുണ്ടക്കലിടം ശ്രീ പരദേവതാ ക്ഷേത്രത്തിന്റെ നാഗപ്രതിഷ്ഠാ ദിനവും തൃപ്പുത്തരി തിറ മഹോത്സവവും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് മകരം 1. മകരസംക്രമം, സൂര്യന്റെ അയനങ്ങളിലെ വിവിധ സംക്രമദശകളിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണിന്ന്. ഇന്ന് ഉത്തരേന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാകുംഭമേള നടക്കുന്ന ദിവസവുമാണ്. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെയാണെങ്കിൽ മഹാദേവന്റെ ജന്മദിനമായ തിരുവാതിര മഹോത്സവമായി. അപ്പൊ തിരുവാതിര മഹോത്സവം, മകരസംക്രമോത്സവം, ആ കൂട്ടത്തിൽ നിങ്ങളുടെ പുത്തരിത്തിറ മഹോത്സവം എല്ലാം ഭംഗിയായി നടക്കുന്നു. ഈ നടക്കുമ്പോ ഇവിടെ തിറ കാണാനും ഉത്സവത്തിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ, മന്ത്രങ്ങൾ, ചടങ്ങുകൾ, പ്രദക്ഷിണം, പ്രാർത്ഥന ഇവയിൽ പങ്കെടുക്കാനും എല്ലാമാണ് നിങ്ങൾ ഇവിടെ വന്നത്. അതിന്റെ ഇടയിൽ എന്തിനാണ് ഒരു പ്രഭാഷണം? ഈ അമ്പലവും ഈ ഉത്സവവും ലക്ഷ്യം വെക്കുന്നത് എന്തെന്ന് നമുക്കൊന്ന് കൂടിയിരുന്ന് ചിന്തിക്കാനാണ്. ഒന്നിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ ഒരച്ചു കത്തുമ്പോഴാണ് നമ്മൾ പ്രകാശമുണ്ടാവുന്നത്. മനുഷ്യൻ അവന്റെ ആവശ്യത്തിന് അഗ്നി ഉണ്ടാക്കുന്നത് ഒരച്ചു കത്തിച്ചിട്ടാണ്. അങ്ങനെ ഒരച്ചു കത്തിച്ച് തീയുണ്ടാക്കാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യന് വികാസം ആരംഭിച്ചത്. പക്ഷിമൃഗാദികൾ മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ആരും തീ ഉണ്ടാക്കിയിരുന്നില്ല. കാട്ടുതീയിൽ ചിലപ്പോ കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയിട്ടുണ്ടാകാം. വെളിച്ചമുണ്ടാക്കാൻ അവർക്കറിയില്ലായിരുന്നു. ആകാശത്തെ സൂര്യപ്രകാശവും രാത്രിയിലെ ചന്ദ്രപ്രകാശവും മാത്രമായിരുന്നു അവർക്ക് വെളിച്ചം. ഞാനിവിടെ വന്നപ്പോ വരുന്ന വഴിയിൽ ആദ്യം കണ്ടത് കുറെ ചൂട്ടുകളാണ്, ഓലച്ചൂട്ടുകൾ. ഓലച്ചൂട്ടെന്ന് പറയുന്നത് വെറും ഒരു തമാശ കളിയല്ല. ഓലച്ചൂട്ട് മനുഷ്യ സംസ്കാരത്തിന്റെ 2 പ്രതീകങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്താണ് ഓലച്ചൂട്ട്? ഓലച്ചൂട്ട് ഐക്യത്തിന്റെ പ്രതീകമാണ്, 2 ജനാധിപത്യത്തിന്റെ പ്രതീകവുമാണ്. എങ്ങനെയാണെന്ന് അതാകുന്നത്? ഇപ്പൊ ടോർച്ചും മൊബൈൽ, ഇപ്പൊ ടോർച്ചും ഇല്ല, ഓലച്ചൂട്ടും ഇല്ല, എല്ലാം മൊബൈലിന്റെ വെളിച്ചത്തിലല്ലേ. ടോർച്ച് വന്നതോടുകൂടിയാണ് ചൂട്ട് പോയത്. ടോർച്ചിന്റെ പ്രത്യേകത ഏകാധിപത്യമാണ്, വെളിച്ചത്തിന്റെ ഏകാധിപത്യമാണ് ടോർച്ച്. കാരണം അങ്ങോട്ട് അടിക്കുക, ഇങ്ങോട്ട് എന്നെ അടിക്കൂലല്ലോ. ടോർച്ചും കത്തിച്ചു വരുന്ന ആളെ ടോർച്ചിന്റെ വെളിച്ചം കാണാന്നല്ലാതെ ആരാണ് ആ ടോർച്ചിന്റെ പിറകിലെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ടോർച്ച്, ഏകാധിപത്യത്തിന്റെ വെളിച്ചമാണ്. എന്നാ ചൂട്ടോ? ചൂട്ട് ജനാധിപത്യത്തിന്റെ വെളിച്ചമാണ്. ആരെങ്കിലും വഴിയിൽ കണ്ടാൽ ഇത് നന്നായിട്ടൊന്ന് വീശും, അപ്പൊ എന്നെയും കാണാം നിന്നെയും കാണാം, അല്ലേ? ചൂട്ട് ജനാധിപത്യമാണ്. എനിക്കും നിനക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന വെളിച്ചമാണ് ഓലച്ചൂട്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഓലച്ചൂട്ടിന്റെ പ്രത്യേകത, ഓലച്ചൂട്ട് ടീം ബിൽഡിങ്ങിന്റെ ഒരുമിച്ച് നിൽക്കുന്ന. ആരാ ഒരുമിച്ച് നിർത്തുന്നത്? ചൂട്ടിന്റെ അതേ മോഡലാണല്ലോ ചൂല്. പക്ഷെ ചൂല് ഒരു വഴിക്ക് പോകുമ്പോ ചൂല് കണി കണ്ട അശ്രീകരമാണ്, അല്ലേ? എന്തുകൊണ്ടാ? ചൂലിനെ കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂല് കെട്ടുന്നത് മറ്റൊരു കണ്ണി കൊണ്ടാ. ചൂട്ട് കെട്ടുന്നതോ കൂട്ടത്തിലൊരു കണ്ണി കൊണ്ടാ. കൂട്ടത്തിലുള്ള ആള് തന്നെ അതിനെ ചേർത്ത് നിർത്തുകയാണ്. ചേർത്ത് നിർത്തുക മാത്രമല്ല, ആ ചേർത്ത് നിർത്തുന്ന ലീഡർ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന കണ്ണി,
അത് ഒന്നിച്ചു നിന്ന് കത്തുകയും ചെയ്യും. അല്ലേ? കൂടെ നിൽക്കും. നേട്ടങ്ങളിലും കോട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുന്ന ലീഡർഷിപ്പിന്റെ പ്രതീകമാണ് ചൂട്ടിന്റെ കണ്ണി. അതുകൊണ്ട് പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കടകഥയുണ്ടായിരുന്നു. കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോ കെട്ടുപോകും. എന്താ അത്? ചൂട്ട്. ചൂട്ടിന്റെ ഒരു കെട്ടുണ്ടല്ലോ, അത് പോയാൽ ആളിക്കത്തും. ആളിക്കത്തുമ്പോ അതിന്റെ അടുത്ത കെട്ട് പോകും. ഇത് ഞാനിപ്പോ സ്കൂളിൽ പോയാൽ ചോദിക്കാറില്ല. ഉത്തരം പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കും എന്നാ സാധനം. അവര് ചൂട്ട് കണ്ടിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ചൂട്ട് നമ്മൾ കത്തിക്കുന്നു, നാട്ടുവെളിച്ചമാണ്. നമ്മുടെ നാട്ടുവെളിച്ചം ചൂട്ടായിരുന്നു. അരണി കടഞ്ഞിട്ടാണ് പണ്ട് ഹോമങ്ങളിൽ അഗ്നിയുണ്ടാക്കിയത്. അരണി കടയുക എന്ന് പറഞ്ഞാൽ ഈ തൈര് കടയുന്ന മന്തിന് കാരിട്ട് തൈര് കടയുന്നില്ല, അതുപോലെ ഒരു മന്ത്, അതിന്റെ അടിയിൽ കല്ല് കത്തുന്ന കല്ല്, ആ കല്ലും ഉരക്കുമ്പോ അതിന്റെ ഇടയിൽ ഉണങ്ങിയ ഇലകൾ വെച്ചിട്ട് തീപിടിപ്പിക്കുന്നതാണ് അരണികടയിൽ. അരണികടയിൽ എന്താന്ന് കാണണമെങ്കിൽ നിങ്ങള് വൈശാലി എന്ന് പറഞ്ഞൊരു സിനിമ, MTയുടെ തിരക്കഥയിൽ, ആ സിനിമ കണ്ടാ മനസ്സിലാവും. അതിൽ അരണി കടയുന്ന ഋഷ്യശൃംഖനും വിഭാണ്ഡകമുനിയും കൂടി അരണി കടയുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അഗ്നി ഉണ്ടാക്കാൻ ആരംഭിച്ചു. അരണിക്ക് പകരം നമ്മൾ പിന്നെ തീപ്പെട്ടി ഉരക്കാൻ തുടങ്ങി. പിന്നീട് അതിനും കുറച്ചും കൂടി വന്നിട്ട് സിഗർ ലാമ്പ് കത്തിക്കാൻ തുടങ്ങി. അതും കൂടി ഇപ്പൊ മാറിയിട്ടിപ്പോ ടിക്ക് 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 അടുപ്പ് കത്തിക്കുന്ന ട്രിഗർ ഉണ്ടല്ലോ, അതാ ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞു വന്നത്, അവനവൻ ആവശ്യമായ വെളിച്ചം അവനവൻ ഉണ്ടാക്കാൻ അറിഞ്ഞപ്പോഴാണ് മനുഷ്യനുണ്ടായത്. പക്ഷിമൃഗാദികൾ തീ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. മനുഷ്യൻ പുറത്ത് അവന്റെ ഭക്ഷണം ചുട്ടുതിന്നാൻ, അവനെ ചുറ്റുവട്ടമുള്ള രാത്രിയിൽ ലോകങ്ങൾ കാണാൻ വെളിച്ചമുണ്ടാക്കാൻ ആരംഭിച്ചു. പിന്നെ എപ്പോഴാ മനുഷ്യൻ ദൈവത്തിന്റെ അടുത്തെത്തിയത്? ആ പുറത്തുള്ള വെളിച്ചം അകത്തുള്ള വെളിച്ചമാക്കി മാറ്റാൻ കഴിഞ്ഞപ്പോഴാണ് അവൻ മനുഷ്യനായത്.